ഇന്ത്യയുടെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലെ കുവൈറ്റിനെതിരെ നടക്കാൻ പോകുന്ന ഒരു ഹോം മത്സരം, അതായത് ജൂണിൽ നടക്കാൻ പോകുന്ന ഒരു മത്സരം, അത് ഹൈദരാബാദിൽ വെച്ചായിരിക്കും നടക്കുക എന്നുള്ള ഒരു വാർത്തകളൊക്കെ വരുന്നൊരു സാഹചര്യമാണ്. ശക്തമായിട്ടാണ് ആ ഒരു കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ഒഫീഷ്യലി വന്നില്ലെങ്കിൽ കൂടി ഗച്ചിബൗലി സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഹൈദരാബാദ് എഫ്സിയുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് ഈ ഒരു മത്സരം നടക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പം ജൂണിൽ നടക്കുന്ന ഈ ഒരു മത്സരം കൊച്ചിയിൽ വെച്ചും അല്ലെങ്കിൽ ഗോവയിൽ വെച്ചും നടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ്. കാരണം മൺസൂൺ തന്നെയാണ് ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത്. അപ്പം വേറെ വെന്യൂസ് എന്നുള്ള നിലയ്ക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലിപ്പം ഒഡീഷയും ഡൽഹിയൊക്കെ ആയിരുന്നു ആദ്യം പറയപ്പെട്ട് കേട്ടിരുന്ന പേരുകൾ. എന്നാൽ ഇപ്പോൾ അത് ഹൈദരാബാദിലേക്ക് ആകും ആ ഒരു മത്സരം നടക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യത്തെ പറ്റിയുള്ളൊരു ഒപ്പീനിയൻ പറയുന്നൊരു സാഹചര്യത്തിൽ ഇപ്പം എല്ലാ വെന്യൂസിലും വെച്ച്, ഇന്ത്യയിലുള്ള ഓരോ വെന്യൂസിലൊക്കെ വെച്ചിട്ട് ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഡിഫറെൻറ്റ് വെന്യൂസിൽ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലുള്ള ആളുകൾക്ക് നമ്മുടെ നാഷണൽ ടീമിൻ്റെ മത്സരങ്ങൾ കാണാൻ കഴിയുക എന്നുള്ളൊരു ആനുകൂല്യം ഉറപ്പായിട്ടും അവിടെയുണ്ട്. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരമാണ്. അപ്പം വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ നമുക്ക് ഒരു ഹോം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നൊരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയണം. ഒന്ന്, ഹൈദരാബാദിൽ എത്രത്തോളം ഫാൻസ് വരും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അപ്പം ISLൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹൈദരാബാദ് FC നന്നായിട്ട് കളിക്കുന്ന സമയത്ത് കൂടി അവർക്ക് ഒന്ന് സ്റ്റേഡിയം നിറയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ടീമിലെ പ്ലേയേഴ്സിന് അത്ര സുപരിചിതമായിട്ടുള്ളൊരു വെന്യൂ അല്ല ഈ ഒരു ഹൈദരാബാദിൻ്റെ സ്റ്റേഡിയം എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ നമുക്ക് ആ ഹോം അഡ്വാൻറ്റേജ് ഒരു പൂർണ്ണമായിട്ടും എടുക്കണമെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ളൊരു സ്റ്റേഡിയത്തിൽ വെച്ച് കളിക്കുക എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിക്കുമ്പോഴും ഹൈദരാബാദ് ആണ് ആ ഒരു ഡിസിഷനിലേക്ക് പോകുന്നതെങ്കിൽ അതൊരു അത്ര നല്ല ഡിസിഷൻ ആയിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പം എങ്ങനെ ഡിഫറൻറ്റ് വെന്യൂസിൽ വെച്ച് നടത്തും ഈ ഒരു മത്സരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് മറ്റ് ഫ്രണ്ട്ലീസ് ടൂർണമെൻറ്റുകളുണ്ടല്ലോ. ഇപ്പോൾ ഇന്റർകോണ്ടിനെൻ്റലോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു ട്രൈനേഷൻ ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്ലീസൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ ആദ്യം ഇന്ന വെന്യൂസിൽ വെച്ച് നടത്തി ഈ പറഞ്ഞ പോലെ ആ ഒരു ഹോം അഡ്വാൻറ്റേജ് ഫാൻസ് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നോക്കി കാണും. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒരു കുവൈറ്റ് മത്സരത്തിലേക്ക് വരുമ്പോൾ അതൊരു ഡിസൈഡർ ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം അഫ്ഗാനിസ്ഥാൻ മത്സരത്തിൽ നമുക്ക് ഇപ്പം മാക്സിമം 6 പോയിൻറ്റ്സ് കിട്ടിയാൽ ഓക്കെ, പക്ഷേ അതല്ല, അതർവൈസ് വേറൊരു കാര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ചിലപ്പം കുവൈറ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഡു ഓർ ഡൈ മാച്ച് സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പായിട്ടും ഇപ്പം സാഫ് കപ്പിൽ നമ്മൾ കുവൈറ്റിനെതിരെ കളിച്ചതാണ്. അവിടെ കുവൈറ്റ് ഒരു നല്ല ടീം ആയിരുന്നെങ്കിൽ കൂടി ആ ഒരു ഹോം അഡ്വാൻറ്റേജ്, കാരണം ബംഗളൂരുവിലെ ആരാധകർ ഫുൾ ടൈം ചാൻഡ് ചെയ്ത് ടീമിനെ എൻകറേജ് ചെയ്തു എന്നുള്ളൊരു പവർ ഉറപ്പായിട്ടും ഇന്ത്യക്ക് ആ ഒരു മത്സരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ ഒരു കാര്യം ഈ ഒരു ഹൈദരാബാദിലേക്ക് വരുമ്പോൾ കിട്ടുമോ ആ ഒരു ചോദ്യത്തിനുമാണ്. പ്രത്യേകിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് ഒരു പ്രവേശനം വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യത്തിൽ. അപ്പം സോ ആ ഒരു ഡിസിഷൻ അതിന് ഇനിയും സമയമുണ്ട് ഒരു ചേഞ്ചസ് വരുന്നത്. എനിക്കറിയില്ല അങ്ങനെ ചേഞ്ച് വരുമോ എന്നുള്ളത്. പക്ഷേ ഐ എം നോട്ട് ഹാപ്പി എന്നുള്ളതാണ്. പിന്നെ കൊച്ചി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ വെച്ച് നടത്തുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഒരു മഴ തന്നെയാണ് ഒരു പ്രശ്നം. പിന്നെ ഹൈദരാബാദിൻ്റെ ആ ഒരു സ്റ്റേഡിയം സ്റ്റാൻഡേർഡ് അത്ര എനിക്ക് തോന്നുന്നു ISLൽ തന്നെ ഏറ്റവും ഒരു മോശം ഒരു കാണാൻ രീതിയിലും അല്ലെങ്കിൽ ഫെസിലിറ്റി വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ഒരു മോശം സ്റ്റേഡിയം എന്നുള്ള നിലയിലേക്കാണ് വിലയിരുത്തപ്പെടുന്നത്. മറ്റ് സ്റ്റേഡിയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ സ്റ്റേഡിയം മോശമാണെന്നുള്ളതല്ല. കാരണം ബാക്കി എല്ലാ സ്റ്റേഡിയംസിലും ഈ പറഞ്ഞ പോലെ സീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇപ്പോഴും ആ ഒരു സിമെൻറ്റ് ആ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ, അല്ല ചെയർസും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്താണ് ഈ ഒരു കാര്യത്തിലുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുക? ഞാൻ സനിക.